വർഗീയ പരാമർശം. വിജയരാഘവന് പിന്നാലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷും PK ശ്രീമതി ടീച്ചർ. മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണ നേടിയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ പാർലമെന്റിൽ എത്തിയതെന്ന് പറഞ്ഞ PB അംഗം വിജയരാഘവനെ ന്യായീകരിച്ചാണ് ഇരുവരും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. വിജയരാഘവൻ പറഞ്ഞത് പാർട്ടി നയമാണ്, തെറ്റായൊന്നും പറഞ്ഞിട്ടില്ലെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. വർഗീയവാദികളും തീവ്രവാദികളും കേരളത്തിൽ തലപൊക്കാൻ നോക്കുകയാണ്. അത്തരം പ്രവർത്തനം കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല. അത് ഹിന്ദു വർഗീയവാദികളായാലും മുസ്ലിം വർഗീയവാദികളായാലും CPM ശക്തമായി നടപടിയെടുക്കുമെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. എന്നാൽ CPM BJP അന്തർധാര സജീവമായി തുടരുന്നത് പകൽ പോലെ വ്യക്തമാണ് എന്ന് രമേശ് ചെന്നിത്തലയും VD സതീശനും ആവർത്തിച്ച് പറഞ്ഞു. യുവമോർച്ച പ്രവർത്തകർ പ്രകോപനമുണ്ടാക്കി സമരം നടത്തിയപ്പോൾ അതിനു നേരെ ഒന്നും ചെയ്യാൻ പോലീസ് തയ്യാറായില്ലെന്നും അത് അന്തർധാര വ്യക്തമാക്കുന്ന കാര്യമാണെന്നും കോൺഗ്രസ് എടുത്തു പറഞ്ഞു. വർഗരാഷ്ട്രീയം വിട്ട് CPM അവസരത്തിനൊത്ത് വർഗീയ രാഷ്ട്രീയം ഉപയോഗിക്കുകയാണ് എന്ന് സമസ്തയും പറഞ്ഞു. വർഗീയ രാഷ്ട്രീയത്തിന്റെ സാധ്യതകളിലേക്ക് CPM ചുവട് മാറ്റി തുടങ്ങിയത് 1980കളുടെ പകുതിയോടെയാണ്. ഷബാന കേസിന്റെ ചുവട് പിടിച്ച മുസ്ലിം വ്യക്തി നിയമത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു തുടക്കം. സംഘപരിവാർ ബാബരി മസ്ജിദ് തകർക്കുകയും മുസ്ലിം മനസ്സുകളിൽ ഭീതിയും അരക്ഷിത ബോധവും രൂപപ്പെടുകയും മുസ്ലിം ലീഗിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ഒക്കെ ചെയ്ത രാഷ്ട്രീയ സാഹചര്യം CPM ഉപയോഗിക്കാൻ ശ്രമിച്ചു. സംഘപരിവാർ ഭീഷണിയെ നേരിടാൻ ഏകശക്തി തങ്ങളാണെന്ന് പ്രചരണം നടത്തി മുസ്ലിം വോട്ടിന് വേണ്ടി കള്ള ന്യൂനപക്ഷ സ്നേഹം നടിച്ചു. CPM വർഗീയത വ്യക്തമാകുന്ന ചില മറ്റുദാഹരണങ്ങൾ കാണുക. മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് മുസ്ലിം പേരുള്ള സ്ഥാനാർത്ഥികളെ നിർത്തും. ഹിന്ദു പ്രദേശത്ത് ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്തും. ക്രിസ്ത്യൻ പ്രദേശത്ത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തും. തങ്ങളുടെ പത്രങ്ങളിൽ പോലും കാണാം തിരഞ്ഞു പിടിച്ചുള്ള ഒരു വർഗീയ പ്രീണനങ്ങൾ. മുസ്ലിം വായനക്കാരുള്ളിടത്ത് മുസ്ലിം പ്രീണനം, ക്രിസ്ത്യൻ വായനക്കാരുള്ളിടത്ത് ക്രിസ്ത്യൻ പ്രീണനം. ഇത് തനി വർഗീയത തന്നെയാണ്, അല്ലാതെ മറ്റെന്താണ് ഇതിന് പറയുക? സൈലന്റ് വർഗീയതയിൽ നിന്നും പ്രത്യക്ഷമായ നയം വ്യക്തമാക്കിക്കൊണ്ടുള്ള വർഗീയ പ്രസ്താവനകളിലൂടെ CPMന്റെ പുറംപൂച്ചാണ് ഇപ്പൊ പുറത്തുചാടിയിരിക്കുന്നത്. ഹിന്ദു വർഗീയത പറയുന്ന സംഘപരിവാറിൽ നിന്നും തെല്ല് പോലും വ്യത്യാസമില്ലാത്ത CPMന്റെ വർഗീയത ഒരേ നുഖത്തിൽ കെട്ടാവുന്ന രണ്ട് കാളകളാണെന്നതിൽ യാതൊരു സംശയവും വേണ്ട. മതേതരമെന്ന കള്ള നാണയം കൊണ്ട് ഇരപിടിക്കാൻ ഇറങ്ങുന്ന CPMന്റെ അരി ഇനി ഈ കേരളക്കലത്തിൽ വേവില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പുതിയ വിത്ത് വിതയ്ക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഹിന്ദു ഭൂരിപക്ഷത്തിനെ പ്രീണിപ്പിച്ചു നിർത്തിയാൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പാണെങ്കിലും തോൽവിയുടെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നാവാണ് വിജയരാഘവനിലൂടെ പുറത്തായത്. അതിന് ഓശാന പാടാൻ ടീച്ചറും മാഷും. ഇത് CPMന്റെ അകംചിന്ത മാത്രമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട. സംഘപരിവാർ പോലും ഉപയോഗിക്കാത്ത വാക്കുകളാണ് വിജയരാഘവൻ പറഞ്ഞത് എന്ന് KC വേണുഗോപാലും VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചു. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.